മൂവാറ്റുപുഴ പിറവം റോഡിൽ ഏഞ്ചൽ വോയിസ് ജംഗ്ഷനിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കാറിലുണ്ടായിരുന്ന 4 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് അറിയുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാമെ, എപ്പോഴാണ് അപകടം? ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച് എങ്ങനെയുണ്ട് അവരുടെ നില? ദിവിഷെ, അപകടം വൈകിട്ട് 5 മണിയോട് കൂടിയായിരുന്നു. 6 വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത്. മൂവാറ്റുപുഴ പിറവം റോഡിന് സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം നടന്നത്. ഇതിൽ കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സിദ്ധാർത്ഥ തൃശ്ശൂർ സ്വദേശിയാണ്. തൃശ്ശൂർ പുറത്തശ്ശേരി ചെല്ലിക്കൽ സ്വദേശിയായിട്ടുള്ള സിദ്ധാർത്ഥ് ഈ കാർ ഓടിച്ചിരുന്ന ആളാണ്. അദ്ദേഹം മരിച്ചു. 19 വയസ്സാണ്. ഇവർ കോളേജ് വിദ്യാർത്ഥികളാണ്. കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. കൂടെ ഉണ്ടായിരുന്ന മറ്റ് 5 വിദ്യാർത്ഥികൾ പെരുമ്പാവൂർ ഓടക്കാൽ സ്വദേശി ആയിഷ പർവീൻ, മലപ്പുറം ഇല്ലിക്കൽ സ്വദേശി അസ്ര അഷൂർ, നെല്ലിക്കുഴി സ്വദേശി ഫാത്തിമ നേഹ, ഉമ്മർ സലാം എന്നിവരാണ് കാറിലുണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികൾ. ഇവരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും, അതായത് ഇവർ പിറവത്ത് ഈ വെള്ളച്ചാട്ടം കണ്ട് മടങ്ങുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. മടങ്ങിപ്പോകുന്നതിനിടയിൽ ഇവർ സഞ്ചരിച്ച അതേ ദിശയിലുണ്ടായിരുന്ന ഒരു വാഗണർ കാറിനെ മറികടക്കാൻ ഇവർ ശ്രമിക്കുകയും തുടർന്ന് എതിരെ വന്ന KSRTC ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ആദ്യം ഈ വാഗണർ കാറിൽ ഇടിച്ചു, അതിനുശേഷം എതിരെ വന്ന KSRTC ബസ്സിലും ഇടിച്ചു. ഇവർ ഓടിച്ചിരുന്ന കാറ് അമിത വേഗതയിലായിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. നിലവിൽ കാറ് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. മറ്റ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ വെന്റിലേറ്ററിലും മറ്റുമൊക്കെയാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഈ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു. സിദ്ധാർത്ഥ് എന്ന 19-കാരനാണ് മരിച്ചതെന്നാണ് പറയുന്നത്. മറ്റു 3 വിദ്യാർത്ഥികൾക്കും ഗുരുതരമായി പരിക്കേറ്റ 6 പേരോളം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.